അടിപൊളി നല്ല മൊരിഞ്ഞ ചൂടുള്ള കോളിഫ്ലവർ ബജ്ജി ആയാലോ ഇന്ന്. എങ്ങനെയാന്ന് നോക്കാം. നല്ല ഫ്രഷ് കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പുറകിലെ തണ്ടും ആ ഇലയൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി വൃത്തിയാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈ കോളിഫ്ലവറിൻ്റെ പുറം ഭാഗത്ത് ചെറിയ കേട് വന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കാം. പിന്നെ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പുഴുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, ഒട്ടുമിക്ക കോളിഫ്ലവറിനകത്തും ചെറിയ ചെറിയ പുഴുക്കളുണ്ട്. ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചെറിയ പീസുകളാക്കി എടുക്കാം. നമ്മുടെ ആവശ്യാനുസരണം ഇഷ്ടത്തിനനുസരിച്ച് ചെറുതും വലുതും അതിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവറെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ പുഴുക്കളൊക്കെ ഉണ്ടെന്ന്. ആ പുഴുക്കളൊക്കെ ഇതിലിടുമ്പോഴത്തേക്കിനും ചത്തുപോവുകയും അതിനകത്ത് എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സഹായമാകും. ഈ ചൂടുവെള്ളത്തിൽ ഇടുന്നതിന് മുമ്പേ നല്ല വെള്ളത്തിൽ, അതായത് പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയതിന് ശേഷമേ ചൂടുവെള്ളത്തിലിടാവൂ. കോളിഫ്ലവർ ഇങ്ങനെ കുറച്ച് നേരം വെക്കാം. ഈ സമയം കൊണ്ട് ബജ്ജിക്ക് വേണ്ട മാവ് റെഡിയാക്കാം. അതിനായിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. ബജ്ജിക്ക് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, കുറച്ച് മുളക് പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, കുറച്ച് ചിക്കൻ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ച് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ആവശ്യത്തിനനുസരിച്ച് മാത്രം കുറേശ്ശെ ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. മാവ് കുഴയ്ക്കുന്നതിന് ഒരുപാട് ലൂസ് ആവശ്യമില്ല. ചെറിയൊരു തിക്നെസ്സോട് കൂടി, എന്നാൽ അത്ര കട്ടിയാവരുത്. ആ ഒരു പരുവത്തിന് വേണം കുഴച്ചെടുക്കാനായി. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എല്ലാം ഈ മാവിലേക്ക് മുക്കി വെക്കാം. ഇനി ഒരു ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ ഈ കോളിഫ്ലവർ ബാറ്ററിൽ മുക്കി ഇതിലേക്ക് ഒഴിച്ച് മൂപ്പിച്ചെടുക്കാം. ഒരു വശം മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. അഥവാ ബജ്ജിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ഇച്ചിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗോതമ്പ് പൊടി അതിലേക്കിട്ട് ഒന്ന് തിക്കാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. 2 സൈഡും നന്നായിട്ട് മൂത്ത് നല്ല മൊരിഞ്ഞ കോളിഫ്ലവർ ബജ്ജി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.